all your favorite products under one roof in Bahrain from our 14 branches at 27-year-old Megamart and Macromart. Bakery, fresh meat and fish, fruits and vegetables, sweets and snacks, ready-to-eat foods, dairy products, grocery or consumer goods. To have a wonderful shopping experience, please visit your nearest Megamart Macromart branch. Megamart and Macromart, full of goodness. നമസ്കാരം, ഞാൻ രാജേഷ് പെരുങ്ങുഴി. BMC ഗ്ലോബൽ ലൈവ് മെഗാമാർട്ട് ബിഗ് ലവ് ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നല്ല ഒരു പാട്ടുകാരിയും അതുപോലെ തന്നെ നല്ല ഒരു നർത്തകിയുമായിട്ടുള്ള വിദ്യയും ഫാമിലിയുമാണ്. അപ്പോൾ ഏതായാലും കുറച്ച് സമയം നമുക്ക് വിദ്യയെയും വിനോദിനെയും കുറച്ച് സമയം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കുറേ കാര്യങ്ങളുമായിട്ട് എത്തിക്കുകയാണ്. നമസ്കാരം. BMC ഗ്ലോബൽ ലൈവ് മെഗാമാർട്ട് ബിഗ് ലവിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അല്ലേ, വിദ്യ നല്ല ഒരു നർത്തകിയാണ്, അതുപോലെ തന്നെ നല്ല ഒരു പാട്ടുകാരിയും കൂടിയാണ്. ഈ രണ്ട് കഴിവും കൂടി ഒരുമിച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, അത് ദൈവത്തിൻ്റെ ഭാഗ്യം തന്നെയാണ്. അത് രണ്ട് കലകളും സ്വായത്തമാക്കാൻ കഴിഞ്ഞത്. ഓക്കെ, വിനോദ്, നാട്ടിലെവിടെയാണ് വിനോദ്? തൃശ്ശൂർ എവിടെയാണ്? തൃശ്ശൂർ അവണൂർ എന്ന് പറയും, മെഡിക്കൽ കോളേജുള്ള സ്ഥലമാണ്. ഈ ബഹ്റൈനിൽ വന്നിട്ട് ഇപ്പോൾ എത്ര കുറേ? ബഹ്റൈനിൽ വന്നിട്ട് ഇപ്പോൾ 2 വർഷമാണോ? 2 വർഷമായിട്ടുള്ളൂ. അത് ശരി. അപ്പോൾ ഇനി ഒരുപാട് വർഷങ്ങൾ ഇവിടെ ഇങ്ങനെ ബഹ്റൈൻ്റെ പ്രവാസ ജീവിതം ആസ്വദിക്കാനുള്ള ഒരാൾ കൂടിയാണ്. വിദ്യ വന്നിട്ട് എത്രയായിപ്പോൾ? 1 മാസമാണോ വന്നിട്ട്? 1 മാസം ഇപ്പോൾ വന്നതേ ഉള്ളൂ. ഓക്കെ. വിദ്യയും തൃശ്ശൂർ തന്നെയാണ്. മണ്ണുത്തിയിലാണ് സ്ഥലം. അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു? അത് വർക്ക് ചെയ്യുന്നുണ്ട്. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? എനിക്ക് സ്വന്തമായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് തൃശ്ശൂർ. പിന്നെ ഞാൻ ഫ്ലവേഴ്സ് ചാനലിൻ്റെ അക്കാദമിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ശരി. ഓക്കെ. ഇത് ഫ്ലവേഴ്സിൻ്റെ ഫ്രാഞ്ചൈസി കൂടിയാണ്. ഓക്കെ. അപ്പോൾ അവിടെ എത്ര വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു? കൊറോണയ്ക്ക് മുമ്പ് വന്നതാണ്. പിന്നെ അത് കഴിഞ്ഞൊരു 4 വർഷം ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കോഴ്സ് ഡിപ്ലോമ കോഴ്സായിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് ആയപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോകുന്നതാണ്. വിനോദ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ഇവിടെ ബഹ്റൈനിൽ ആദ്യം വന്നപ്പോൾ
കൊച്ചു ഗുരുവായൂർ എന്ന് പറഞ്ഞ അമ്പലത്തിലായിരുന്നു ഓ ശരി. സ്റ്റാർട്ടിങ്. തൊഴാൻ പോയതാണ്. അപ്പോൾ പിന്നെ ജോബ് സെർച്ചിലായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് സെർച്ച് ചെയ്യാം. അപ്പോൾ അതൊരു ഡിവൈൻ കാര്യം കൂടി ആയതുകൊണ്ട് അങ്ങനെ ഒരു വിസ കാലം ഞാൻ അവിടെ സെർവ് ചെയ്തു. ഓ ശരി. അതിനുശേഷം പിന്നെ ഇപ്പോൾ സെയിൽസിലേക്ക് ഇറങ്ങി. ഒരു 3 മാസമായിട്ടുള്ളൂ. അപ്പോൾ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽസ്, പിന്നെ ഹെവി മെഷീനറീസിൻ്റെ സ്പെയർ പാർട്സ്, അങ്ങനെ ഒരു സൗദി ബേസ്ഡ് കമ്പനിയിലാണ് സ്റ്റാർട്ടിങ്. ഇനി ബാക്കിയെല്ലാം നമ്മുടെ എക്സ്പീരിയൻസിനനുസരിച്ച് ഡെവലപ്പ് ചെയ്ത് വരണം. ശരി ശരി. കുട്ടികൾ? ഒരു മോളാണ്. മോള് വന്നിട്ടില്ല അല്ലേ? ഓക്കെ. കാലാവസ്ഥ സെറ്റായി വരുന്നുള്ളൂ. അല്ല, അപ്പോൾ ഞാൻ ആലോചിച്ചെന്ന് വെച്ചാൽ ഇപ്പോൾ വിനോദ് നല്ലൊരു ദൈവ ഭക്തനാണ് അല്ലേ? അതുകൊണ്ട് തന്നെ ആയിരിക്കും പാട്ടും ഡാൻസും ഒക്കെ ദൈവം അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള 2 കലകളാണ് അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ഒരു കലാകാരിയെ തന്നെ ഭാര്യയായിട്ട് കിട്ടിയത് ഒരു വിനോദിൻ്റെ ഒരു പക്ഷേ ദൈവത്തോടുള്ള ഒരു എന്താ പറയുക ചേർച്ച. യെസ്, അതുകൊണ്ട് തന്നെ ആയിരിക്കണം തീർച്ചയായിട്ടും. എങ്ങനെ കാണുന്നു അതിനെക്കുറിച്ച്? ശരിക്കും പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഈ മ്യൂസിക് ആൻഡ് ഡാൻസ് കലകളോട് എനിക്കും ചെറുപ്പം മുതലേ ഭയങ്കര താല്പര്യമാണ്. പക്ഷേ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് എനിക്കതിൽ കാര്യമായിട്ടൊന്നും പഠിക്കാനോ ഒന്നിനും പറ്റിയില്ല. പിന്നെ പഠന വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഏകദേശം ആ ഫ്രീക്വൻസിയിലുള്ള ഒരാളെ കണ്ടുമുട്ടിയപ്പോൾ അന്ന് തന്നെ കണ്ടുമുട്ടി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിനകത്ത് എന്തോ ഒരു ഹിഡൻ മീനിങ് പോലെ തോന്നുന്നു. എവിടെ വെച്ചാണ്, എങ്ങനെയാണ് കണ്ടുമുട്ടിയത്? അത് +2 പഠിക്കുന്ന കാലത്ത് തന്നെ കണ്ടുമുട്ടി. പിന്നെ നമുക്ക് രണ്ടാൾക്കും ആ ഫീലിംഗ് മനസ്സിലായി. ദിലീപൊക്കെ പറയണ പോലെ ആ ഫീലിംഗ് കിട്ടിയപ്പോൾ ഞാൻ സൂചിപ്പിച്ചു. ഞങ്ങൾ പേഴ്സണലായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തി. പിന്നെ സമയമായപ്പോൾ വീട്ടിലറിയിച്ച് അറേഞ്ച് മാരേജ് ആയിരുന്നു. വേറെ തടസ്സങ്ങൾ ഉണ്ടാവാനുള്ള സാഹചര്യങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. ഫാമിലി ആയാലും പിന്നെ സോഷ്യൽ സ്റ്റാറ്റസുകളൊക്കെ ഉണ്ടല്ലോ കല്യാണത്തിന്, അതെല്ലാം സെയിം ആയിരുന്നു. അതുകൊണ്ടൊന്നും ഒരു തരത്തിലും ആർക്കും തടസ്സം നിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ ദൈവം തന്നെ കണക്ട് ചെയ്തിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും. ഇതൊക്കെ സത്യമാണോ? സത്യമാണ്. അല്ലെങ്കിൽ പ്രേക്ഷകർ വിചാരിക്കും പിള്ളേച്ചൻ കള്ളം പറഞ്ഞു ചോദിച്ചതാണ്. അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കല പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒന്നിലധികം കലകൾ, അല്ലെങ്കിൽ ഏതൊരു കാര്യം പഠിക്കുമ്പോഴും നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവും അല്ലേ? ആ ലക്ഷ്യത്തിൽ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ശ്രമം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഡാൻസും പാട്ടും പഠിച്ചപ്പോൾ നമ്മൾ ആ ഒരു ലക്ഷ്യത്തിൽ എത്തുക എന്നുള്ളതിലോട്ട് എത്തിയോ? അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുക ഏതെങ്കിലും അല്ലെങ്കിൽ ഒരു നല്ലൊരു പെർഫോമൻസ് എവിടെയെങ്കിലും ചെയ്യണം നമുക്ക് ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ അത് സാധിച്ചിട്ടുണ്ടോ ഇതുവരെയെങ്കിലും? ലക്ഷ്യത്തിലെത്തുക എന്ന് പറഞ്ഞാൽ ആദ്യം ഇത് പഠിക്കണ സമയത്ത് എൻ്റെ അമ്മയാണ് എന്നെ മ്യൂസിക്കിലേക്ക്, അതായത് ഇങ്ങനെ ഒരു ഡിപ്ലോമ കോഴ്സ് ചെയ്യാൻ പരസ്യം കണ്ടിട്ട് അമ്മയ്ക്ക് വലിയ താല്പര്യമായിരുന്നു. അമ്മ പാട്ട് പാടും. അമ്മ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ആരെങ്കിലും പഠിപ്പിക്കണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ ഞങ്ങൾ ചേച്ചിയുണ്ട് എനിക്ക്. അപ്പോൾ സിസ്റ്ററും ഡാൻസറാണ്. അപ്പോൾ ചേച്ചീനെ ഡാൻസ് പഠിപ്പിച്ചു. അതുപോലെ തന്നെ എന്നെയും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഡാൻസിലായിരുന്നു ചെറുപ്പം മുതലേയുള്ള ഒരു 10th വരെയും ഡാൻസ് ചെയ്യുമായിരുന്നു. പാട്ടും സ്റ്റേജിൽ പാടും. പക്ഷേ ക്ലാസിക്കലായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് അമ്മയാണ് എന്നിങ്ങനെ ഒരു കോഴ്സിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ അവിടെ അമ്മയ്ക്ക് ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ജീവിതമാർഗം ഉണ്ടാക്കി തരും, ഒരു പ്രൊഫഷൻ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അമ്മയുടെ ഒരു ലക്ഷ്യം. എനിക്കെന്ന് പറഞ്ഞാൽ എന്തെടുക്കണം, എന്ത് പഠിക്കണം എന്നൊന്നും വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഡാൻസിനോടും പാട്ടിനോടും ഭയങ്കര ഇഷ്ടമായിരുന്നു ചെറുപ്പം മുതലേ. അപ്പോൾ അമ്മയാണ് എന്നെ ശരിക്കും പറഞ്ഞാൽ മ്യൂസിക്കിലേക്കും ആയാലും ഡാൻസിലേക്കായാലും വഴി തിരിച്ച് വിട്ടിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഉള്ളിൽ അത്രയും കഴിവ് അമ്മയാണ് കണ്ടെത്തിയേക്കണേ. അപ്പോൾ അങ്ങനെ പോയി. അത് പക്ഷേ എനിക്ക് പഠിച്ച് 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും അതെനിക്കൊരു വരുമാനം, അല്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ എനിക്ക് അതിൽ നിന്ന് ക്ലാസ്സുകൾ എടുക്കാനും അത് കുറച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും എൻ്റെ ഒരു നല്ല ചെറിയ പ്രായത്തിൽ തന്നെ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടാവാനും ഒക്കെ കാരണമായി. അപ്പോൾ ലക്ഷ്യം എന്ന് പറയുന്നത് ജീവിതം മാർഗമാക്കി എടുക്കുക എന്നുള്ളതായിരുന്നു ആദ്യം. പിന്നീട് പക്ഷേ ജീവിതം ഇങ്ങനെ ട്രാവലായി പോയപ്പോൾ കുറേ മേഖലകളിലേക്ക് എത്തിപ്പെടാനും, ഇപ്പോൾ ഫ്ലവേഴ്സിൻ്റെ തന്നെ ചാനലിൽ ഡിപ്ലോമ ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ഒരു ഫ്രാഞ്ചൈസി എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഫിലിം കമ്പനിയായിരുന്നു. അപ്പോൾ അവരുടെ ഫിലിംസിനെ പറ്റി കുറേ അറിയാനും
പാട്ടുകളെ പറ്റിയിട്ട് അവിടെ വരുന്ന മ്യൂസിക് ഡയറക്ടേഴ്സിൽ നിന്ന് ഒരുപാട് സംഗീതത്തെ പറ്റിയിട്ട് എങ്ങനെ പഠിക്കണം, ഒരു പാട്ടിനെ എങ്ങനെ ഡീപ്പായി പഠിക്കണം. എൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്, എനിക്ക് പാടണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതിനെങ്ങനെ പാടിയെടുക്കണം എന്നൊക്കെ എനിക്ക് കാണിച്ചു തന്നത് അവിടുത്തെ ഒരു ട്രെയിനിങ് ആണ്. ടെക്നിക്കൽ സൈഡ് എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പാടി പഠിക്കുക, എങ്ങനെ പ്രാക്ടീസ് കൊടുക്കണം തൊണ്ടയ്ക്ക് എന്നുള്ളതൊക്കെയുള്ള ഒരു ശരിക്കുള്ള യഥാർത്ഥമായ മ്യൂസിക്. അതായത് നമ്മൾ ക്ലാസിക്കൽ അല്ല, അതിലുപരി ഒരു ഫിലിമിലേക്ക് പോകുമ്പോൾ അതിൻ്റെതായ ഒരു മാറ്റമുണ്ട് സോങ്സിന്. അപ്പോൾ അതെങ്ങനെ വരുത്തണം എന്നുള്ളതൊക്കെയുള്ള ഒരുപാട് അറിവ് കിട്ടിയപ്പോൾ എനിക്ക് എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എപ്പോഴും ഒരു നല്ല സ്റ്റേജിൽ നന്നായി പെർഫോം ചെയ്യണം. എനിക്ക് കിട്ടിയ കല മറ്റുള്ളവർക്ക് കാണിച്ച് അത് ദൈവം തന്നതാണ്, അപ്പോൾ അത് മറ്റുള്ളവരെ അംഗീകരിക്കുന്ന പോലെ, അവരെ ആസ്വദിക്കുന്ന പോലെ ചെയ്യാൻ പറ്റണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ ഫിലിമിൽ പാടണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ്, അതും ഒരു ലക്ഷ്യം തന്നെയാണ്. രണ്ടിൻ്റെയും പകുതിയിൽ ഞാൻ എത്തിയിട്ടുണ്ട്. പൂർണ്ണമായിട്ട് എത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ എത്തണം. അതാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ലക്ഷ്യത്തിൽ എത്തിയോ എന്ന് ചോദിച്ചാൽ ഒരു 50% എത്തിയിട്ടുണ്ട്. ഇനിയും കിടക്കുകയാണ് എനിക്ക് പഠിക്കാനും എത്താനും. ഇനിയും എത്തണം എന്നാണ് ആഗ്രഹം. അതുപോലെ ഈ സംഗീതവും അതുപോലെ നൃത്തവും എന്ന് പറയുന്നത് രണ്ട് ദൈവിക കലകളാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് രണ്ടും കൂടി പഠിക്കാനുള്ള ഒരു സാഹചര്യം രണ്ടും കൂടി എല്ലാവർക്കും കിട്ടുന്നതല്ല അല്ലേ? അപ്പോൾ ഇപ്പോൾ ഈ ഒരു നല്ലൊരു ലെവലിൽ നിൽക്കുകയാണല്ലോ. അപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? ശരിക്കും ദൈവം അനുഗ്രഹിച്ച് തന്നത് തന്നെയാണ്. കാരണം പലരും പകുതി വഴിയിൽ ഇട്ടുപോകും. ഒരു ജീവിതത്തിൻ്റെ ഒരു സമയം കഴിയുമ്പോൾ സംഗീതമായാലും നൃത്തമായാലും കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഫാമിലി വരുമ്പോൾ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും, നമ്മുടെ ബോഡി ചേഞ്ച് ആവും. ആ സമയത്ത് നമുക്ക് ചെയ്യാനും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എന്നെ തളർത്താണ്ട് ഇവിടം വരെ ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ്. ഞാൻ എവിടെയെങ്കിലും ഇപ്പം എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഇടയിൽ കുറേ എനിക്കും ശാരീരികമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നതാണ്. എന്നാലും അതിലൊന്നും തളരാതെ ഒന്ന് മുന്നിലോട്ട് എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ സക്സസ് തന്നെയാണ്. മ്യൂസിക്കും നൃത്തമായാലും രണ്ടും കൊണ്ടും എനിക്ക് ഇന്നേ വരെ ഒരു ദോഷവും സംഭവിച്ചിട്ടില്ല. ഇതെടുത്തത് കൊണ്ട് ചിലവർ പറയും മ്യൂസിക്കും ഡാൻസും എടുത്താൽ എങ്ങനെയാണ് ജീവിക്കുക, ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് അതുകൊണ്ട് നമ്മൾ ജീവിക്കുക എന്നുള്ള ഒരുപാട് ചോദ്യം ഞാൻ ഇതിലേക്ക് പോയ സമയത്ത് ഫേസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അയ്യോ, ഞാൻ എൻ്റെ മോളുടെ ലൈഫ് നശിപ്പിച്ചോ, മ്യൂസിക്കിലേക്ക് കൊണ്ടാക്കിയിട്ട് നശിപ്പിച്ചോ എന്നുള്ള ഒരു തോന്നൽ എൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നു. പക്ഷേ എവിടെ ഞാനിപ്പോൾ ദുബായിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെയൊക്കെ ഞാൻ ചെയ്തേക്കണം മ്യൂസിക്കും ഡാൻസും തന്നെയാണ്. അപ്പോൾ ഒരിക്കലും എവിടെയും മ്യൂസിക്കും ഡാൻസും കൊണ്ട് തോറ്റു പോയിട്ടില്ല, ജയിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നാളെ നമുക്ക് നല്ലൊരു ചാൻസ് വരും. താങ്ക് യു. അപ്പോൾ ഞാനത് പിടിവിട്ടിട്ടുമില്ല. ഞാൻ ഫാമിലി ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ നല്ല സപ്പോർട്ടായിരുന്നു. അമ്മ, വിനുവിൻ്റെ അമ്മ ഭയങ്കര സപ്പോർട്ടാണ്. പാട്ടായാലും ഡാൻസായാലും ആളാണ് എന്നെ ഫോഴ്സ് ചെയ്ത് അവിടെ ക്ലാസ് തുടങ്ങാനും ഒക്കെ പ്രേരിപ്പിച്ചത് വിനുവിൻ്റെ അമ്മയാണ്. അപ്പോൾ അതും ഒരു വലിയ ഗിഫ്റ്റാണ്. അങ്ങനെ ഒരു നല്ല പേരൻസ്, അമ്മായിമ്മ, അമ്മായച്ചൻ എന്നുള്ളതിൽ ഒരു അമ്മ അച്ഛൻ തന്നെയായിരുന്നു അവർ. അങ്ങനെയുള്ളവർ കിട്ടിയതും എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും എൻ്റെ ലൈഫ് സക്സസ് ആണ് മ്യൂസിക്കും ഡാൻസും കൊണ്ട്. തിരിഞ്ഞു നോക്കിയാൽ ഇനി മുന്നോട്ടുള്ള വഴിയും അങ്ങനെ തന്നെ ആവും തന്നെ ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ ഈ പാട്ടിലും ഡാൻസിലുള്ള കഴിവുണ്ടെന്ന് സ്വയം തിരിച്ചറിഞ്ഞാണോ അതോ മറ്റാരെങ്കിലും പ്രേരണയിൽ പഠിച്ചതാണോ? ചെറുപ്പം മുതൽ, അതായത് ഞാൻ നഴ്സറി തൊട്ട് പഠിച്ച സമയത്തൊക്കെ സ്റ്റേജിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ പഠിച്ച സമയത്ത് സ്റ്റേജിൽ കയറ്റാൻ അമ്മയാണ്. അമ്മയ്ക്കാണ് ഞങ്ങളെ ഇപ്പോൾ 2 പെൺമക്കളുണ്ട്, ഒരു അനിയനും ഉണ്ട്. ഞങ്ങളെ സ്റ്റേജിൽ കയറ്റുക എന്നുള്ളത് അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അമ്മയ്ക്ക് നടക്കാതിരുന്ന ആഗ്രഹങ്ങളാണ് ഞങ്ങളിലൂടെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ ക്ലാസ് കഴിയുന്തോറും നമ്മളറിയാതെ തന്നെ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര ഇഷ്ടം കൂടിയായിരുന്നു ഡാൻസിനോടും പാട്ടിനോടൊക്കെ. അപ്പോൾ അങ്ങനെ അമ്മയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കഴിവ് കണ്ടെത്തിയിട്ടുള്ളത്. പിന്നെ പാട്ട് പാടും. അമ്മ നന്നായി പാടുന്ന ആളാണ്. അപ്പോൾ അമ്മ പാടി കേട്ടും അമ്മയുടെ ഒരു കഴിവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ടീച്ചറാണ് ആദ്യമായിട്ട്, ഞാൻ അതിലും നന്നായിട്ട് കുഴപ്പമില്ലാതെ പാടും, പ്രോഗ്രാമിന് പോവാം, കോമ്പറ്റീഷന് പോകാമെന്ന് കണ്ടെത്തിയത് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ടീച്ചറാണ്. ആ ടീച്ചറാണ് പിന്നെ മ്യൂസിക്കിലേക്ക് എന്നെ തിരിച്ചു വിട്ടിട്ടുള്ളത്. എനിക്കറിയേണ്ടത് വിനോദിൻ്റെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ടിനെ കുറിച്ചാണ്. ഏതായാലും ഇപ്പം വേദികളിൽ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുക, അതുപോലെ തന്നെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? മീൻസ് എന്ന് വെച്ചാൽ നമുക്കുള്ള ഈ കഴിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ പഠിക്കാൻ പറ്റുന്നത് അല്ലേ? വിദ്യ പോലെയാണ്, വിദ്യ കൊടുക്കും തോറും നമുക്ക് കൂടുതൽ കിട്ടുമെന്നാണ് പറയുന്നത്.
അതുപോലെ തന്നെയാണ്. അപ്പോൾ വിനോദിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട്, ആ ഒരു സപ്പോർട്ടായിരിക്കണം വിദ്യയ്ക്ക് ഇനി മുമ്പോട്ടുള്ള ആ ഈ കലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജീവിതത്തിനുള്ള ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് വിനോദിൻ്റെ ഭാഗത്ത്? ഇതുവരെ ഇവിടെ പ്രോഗ്രാം ചെയ്യണോ അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണോ എന്ന് പറഞ്ഞാലും നോ പറയില്ല. അല്ല, എനിക്ക് വിനോദിൻ്റെ മറുപടിയാണ് ആവശ്യം. സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു ഫാമിലി ആണെങ്കിലും അച്ഛൻ, അമ്മ, ഭാര്യ, കുട്ടികൾ, പെങ്ങൾ എല്ലാവരും ആണെങ്കിലും യഥാർത്ഥത്തിൽ നമ്മൾ ഇൻഡിവിജ്വലാണ്. ഡ്രീംസ് നമുക്ക് ഒരു ഗ്രൂപ്പായിട്ട് കാണാനേ സാധിക്കില്ല. ഡ്രീം അബ്ദുൽ കലാം പറഞ്ഞ ഡ്രീമും ഏതൊരു സക്സസ്ഫുൾ പേഴ്സൺ കണ്ട ഡ്രീമും ഇൻഡിവിജ്വലാണ്. അത് നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവും. ഈ ഇൻഡിവിജ്വൽ ഡ്രീമിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഒരു ഗ്രൂപ്പായിട്ട് ആൾക്കാരെ കൈപിടിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. അതിന് വേണ്ടത് ഫ്രീഡമാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അതാ. അപ്പോൾ നമുക്ക് ആ ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ ഫ്രീഡം, പിന്നെ ഫിസിക്കൽ ഫ്രീഡം, പിന്നെ സോഷ്യൽ ഫ്രീഡം, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് കഴിവ് മാത്രം പോരാ. പല കഴിവുള്ള ആൾക്കാരും എവിടെയും എത്താതെ ഇന്നും ഉണ്ട്, നമ്മളുടെ ചുറ്റുമുണ്ട്. നമ്മൾ പോലും അംഗീകരിച്ചിട്ടുള്ള, പക്ഷെ അവർക്കൊന്നും നമ്മൾ പറയുന്നത് ഗോഡ്സ് ഗ്രേസ് ഉണ്ട്, പക്ഷേ എന്തോ അൺലക്കി എന്ന് പറയണത്. അപ്പം അത് എനിക്ക് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നി, എനിക്ക് ഒരാളുടെ ഡ്രീം അയാൾക്ക് മാത്രമുള്ളതാണ്. അത് ചേസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഒറ്റയ്ക്കേ പറ്റൂ. നമ്മൾ കൈ പിടിച്ച് നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറയാൻ ഡ്രീമിലെത്തില്ല, ഒരിക്കലും എത്തില്ല. ഇന്ന് സക്സസ്ഫുൾ പേഴ്സൺ എല്ലാവരും ഇൻഡിവിജ്വലി ഡ്രീം ചെയ്തിട്ടുള്ളതാണ്. ഡ്രീമിൽ എത്തിയതിന് ശേഷം നമുക്ക് എല്ലാവരും കൈ പിടിച്ച് നിർത്താം, ഒരു ടോപ്പിലെത്തി കൈ പിടിച്ച് കയറ്റിക്കൊണ്ടുവരാം, അത്രേ പറ്റൂ. അപ്പോൾ ആ എത്തുന്ന വരെയുള്ള ഫുൾ സപ്പോർട്ട് ഫ്രീഡമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥ ഒരു ഇൻഡിവിജ്വലിൻ്റെ. നമ്മൾക്ക് യഥാർത്ഥത്തിൽ നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കിയപ്പോൾ 100% ഒരു തടസ്സവും ഇല്ലാത്ത രീതിയിൽ ഫിസിക്കലായിട്ട് കൊണ്ടെത്തിക്കേണ്ടടുത്ത് കൊണ്ടെത്തിക്കാനും, മെൻ്റലായിട്ട് ആൾക്ക് ഇനി എന്തെങ്കിലും എനർജി ലെവൽ കുറവാണെങ്കിൽ അതിന് വേർബൽ സപ്പോർട്ട് കൊടുക്കാനും, അതിനൊക്കെ എന്നെ കൊണ്ട് സാധിക്കുന്ന തരത്തിൽ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഇതാണ് വിദ്യ ലക്കിയാണ്. കാരണം വെച്ചാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ ചിന്തിക്കുന്ന ആൾക്കാർ കുറവാണ്. പ്രത്യേകിച്ച് ഒരു ഫാമിലിയിൽ ഒരു ഹസ്ബൻഡ് ഇതുപോലെ സംസാരിക്കണമെങ്കിൽ അത് ഇയാളുടെ ഭാഗ്യം തന്നെയാണ്. കാര്യം വെച്ചാൽ നമ്മൾ തന്നെ ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഭാര്യമാരങ്ങനെ ഒരുപാട് ഇത് കലയുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും അത്ര ഒരു 100% താല്പര്യം ഉണ്ടാവില്ല, കുറവായിരിക്കും. പക്ഷേ പുള്ളിയുടെ വാക്കുകളിൽ നിന്നും ഉള്ളിൽ നിന്ന് വന്ന വാക്കുകളാണ്, പുള്ളിക്ക് രോമാഞ്ചം വരെ ഉണ്ടായി. കാരണം വെച്ചാൽ അത്ര സപ്പോർട്ടിങ് ആണ്. അപ്പോൾ നിങ്ങളൊരു വലിയ ലെവലിൽ എത്തി കാണണമെന്നാണ് പുള്ളി ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ എത്താൻ കഴിയും. നിങ്ങൾ അതിനു വേണ്ടി വർക്കൗട്ട് ചെയ്താൽ തീർച്ചയായിട്ടും എത്താൻ കഴിയും. അതുപോലെ ഏതെങ്കിലും സിനിമയിലോ അല്ലെങ്കിൽ ആൽബത്തിലോ ഒക്കെ പാടാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടോ? പാടാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ട്രാക്ക് പാടിയിട്ടുണ്ട് ഫിലിമിന് വേണ്ടിയിട്ട്, അതുപോലെ ആൽബംസിൽ പാടിയിട്ടുണ്ട്. അതുപോലെ ഈ പാട്ടും ഡാൻസും ഉള്ള സ്ഥിതിക്ക് അഭിനയിക്കാനും ഉള്ള കഴിവുണ്ടാവും അല്ലേ? അങ്ങനെ അതിനുവേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടോ അഭിനയിക്കാൻ വേണ്ടിയിട്ട്? അഭിനയിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു വഴി അറിയില്ല, ഇതിലെ പോകണം അഭിനയിക്കാൻ എത്തണമെങ്കിൽ. അത് നമ്മളെ സംബന്ധിച്ച് അറിയണ കാര്യമല്ലല്ലോ, എങ്ങനെയാണ് ഏതിൽ പോയാൽ എത്താം. നമുക്ക് ഒരുപാട് പേടിയുണ്ട്, നമ്മൾ കേട്ടിട്ടുള്ള കുറേ കഥകൾ, ഇതൊക്കെ നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട് നമുക്ക് ഏത് വഴി പോകണം, എങ്ങനെ കറക്റ്റായിട്ട് എത്തണം, പോയി നിരാശ ഉണ്ടാവരുത് ലൈഫിൽ എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ ആഗ്രഹമുണ്ട്, ഒരുപാട് ആഗ്രഹമുണ്ട്. അഭിനയിക്കുക എന്നുള്ളത് വലിയ ആഗ്രഹം തന്നെയാണ്. അതിനൊരു വഴി കിട്ടിയാൽ ഞാൻ എന്തായാലും, എനിക്ക് കിട്ടുമെന്നറിയില്ല, ദൈവം അനുഗ്രഹിച്ച് കിട്ടിയാൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ എപ്പിസോഡ് കാണുന്ന ആരെങ്കിലും ഒരു പക്ഷേ വിദ്യയെ സമീപിച്ചിരിക്കുക. കാര്യം നന്നായിട്ട് പാടും, നന്നായിട്ട് ഡാൻസ് ചെയ്യും. പിന്നെ അത് നമ്മളെ ഫിലിം ഫീൽഡ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ കൂടുതൽ നടിമാരും നൃത്തത്തിലൂടെ വന്നതാണ് അല്ലേ? അപ്പോൾ അത് എന്തായാലും ഈ നൃത്തം പഠിക്കുന്ന സമയത്ത് നമുക്ക് അഭിനയിക്കാനുള്ള ഒരു കഴിവ് എന്തായാലും ഉണ്ടാവും. വെച്ചാൽ നമ്മുടെ മുഖത്ത് വരുന്ന ഭാവങ്ങളൊക്കെ അത് ഒരു നർത്തകിക്ക് ചെയ്യാൻ പറ്റുന്നത് പോലെ ഒരു സാധാരണക്കാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അത്ര ഒരു പെർഫെക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ സിനിമ നടി കാവ്യമാധവൻ എടുത്താലും മഞ്ജു വാര്യർ എടുത്തു കഴിഞ്ഞാലും ആരെടുത്തു കഴിഞ്ഞാലും അവരൊക്കെ നൃത്തത്തിലൂടെ വന്നവരാണ് അല്ലേ? അതുകൊണ്ടാണ് അവർക്ക് അത്രയും പെർഫെക്ഷനോട് കൂടിയ ഫേസിൽ ഓരോ ഭാവങ്ങളും വരുന്നത്. അപ്പോൾ ഒരുപക്ഷെ ആരെങ്കിലും നിങ്ങളെ സമീപിച്ചേക്കാം. ഇനി ഒരു മിനിമം ഒരു ആൽബത്തിലെങ്കിലും അഭിനയിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. പിന്നെ അത് കണ്ടിട്ട് ബാക്കി നമ്മുടെ കയ്യിലാണ്. നമ്മൾ എത്രത്തോളം പെർഫെക്റ്റായിട്ട് ചെയ്യൂ, പിന്നെ നമ്മുടെ ഭാവി അങ്ങോട്ട് മാറി മറിയാണ് അല്ലേ? പക്ഷെ അതിനും
വിനോദിൻ്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും ഉണ്ടാവും അല്ലേ? കുഞ്ഞിനെ കുറിച്ച്, മോളും ഒരു കൊച്ചു കലാകാരിയാണ് അല്ലേ? അതെ അതെ, ആള് പാടും, നല്ല പാടാൻ കഴിവുള്ള ആളാണ്. പേര് വിഭാവരി എന്നാണ്. ഏതിലാണ് പഠിക്കുന്ന മോള്? 7th സ്റ്റാൻഡേർഡ് ആണ്. 7th പഠിക്കുന്നത്. അതെ അതെ, ഒരു രാഗത്തിന്റെ പേരാണ് വിഭാവരി. വിഭാവരി. അതെ, വിഭാവരി. വിഭാവരി. ഓക്കെ ഓക്കെ. രാഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കാണ്, ഇപ്പോൾ എന്തായാലും മ്യൂസിക് ടീച്ചറാണല്ലോ, അപ്പോൾ രാഗത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ധാരണയുള്ള ആളാണ്. ഞാനൊരു രാഗം പറഞ്ഞു കഴിഞ്ഞാൽ ആ രാഗത്തെക്കുറിച്ച്, രാഗത്തിലുള്ള 2-3 പാട്ടുകൾ, അതുപോലെ തന്നെ ആ രാഗത്തെക്കുറിച്ച് ഒരു ചെറിയ വിവരണം നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് കൊടുക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള രാഗം കല്യാണി. കല്യാണി, അതായത് മേജ കല്യാണി എന്നാണ് കല്യാണിനെ അറിയപ്പെടുന്നത്. വളരെ ഗാംഭീര്യമുള്ള ഒരു രാഗമാണ്. 65ാമത് മേളകർത്ത രാഗമാണ്. ഒരു സമ്പൂർണ്ണ രാഗമാണ്. പ്രതിമധ്യമ രാഗമാണ്. വളരെ ഘനഗാംഭീര്യം. എൻ്റെ ആരോഹണം അവരാണ് തന്നെ സ രേ ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ. ഇതാണ് കല്യാണിയുടെ ആരോഹണം അവരാണ് തന്നെ. സമ്പൂർണ്ണ രാഗമാണ്. ഇതിൽ തന്നെ ഒരുപാട് സിനിമാ പാട്ടുകളുണ്ട്. ഇളയരാജ സാറിൻ്റെ സുന്ദരി കണ്ണാൽ നല്ല ചെയ്തി ആ പാട്ട്, അതുപോലെ പുലരിയിലൊരു പൂന്തെന്നൽ കൊളുത്തുന്നു ദീപം ഹരിനാമം ചൊല്ലുമ്പോൾ, ഇങ്ങനെ തുടങ്ങുന്ന ഒരുപാട് മ്യൂസിക് നമുക്ക് കല്യാണി രാഗത്തിൽ. മലയാളത്തിൽ തന്നെ ഒരുപാട് പാട്ടുകളുണ്ട് കല്യാണിയിലല്ലേ? അതെ അതെ. ഒരു രാഗത്തെ കുറച്ചുകൂടെ മായാമാളവ ഗൗള എന്ന് പറയുന്നത്. മായാമാളവ ഗൗള, അത് നമ്മൾ സംഗീതം പഠിച്ചു തുടങ്ങുന്ന ഒരു സ്റ്റുഡൻറ്റ് ആദ്യം പരിചയപ്പെടുന്ന രാഗമാണ് മായാമാളവ ഗൗള. അത് 15ാമത് മേളകർത്ത രാഗമാണ്. സമ്പൂർണ്ണ രാഗമാണ്. ഇത് വളരെ ലളിതമായിട്ടുള്ള രാഗമായതുകൊണ്ടാണ് കുട്ടികൾക്ക് നമ്മൾ ഈ ഒരു രാഗത്തെ, അതായത് പുരന്ദരദാസരാണ് ഇങ്ങനെ കുട്ടികളെ ചിട്ടയായി പഠിപ്പിക്കണം എന്നൊരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹമാണ് മായാമാളവ ഗൗള കുട്ടികൾക്ക്, അതായത് പഠിക്കാൻ എളുപ്പമാണ്. അതിൻ്റെ സ്വരസ്ഥാനങ്ങൾ വളരെ ലളിതമാണ്. സ രി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രെ സ. സിമ്പിളാണ് നോട്ട്സ് ഒക്കെ. അപ്പോൾ അതുകൊണ്ടാണ് മായാമാളവ ഗൗളനെ തുടങ്ങുന്ന ഒരു കുട്ടി ആദ്യം അഭ്യസിപ്പിക്കുന്നത്. അപ്പോൾ വളരെ സമാധാനപരമായിട്ടുള്ള ഒരു രാഗമാണ്. കേൾക്കുമ്പോൾ തന്നെ വളരെ സന്തോഷവും സമാധാനമൊക്കെ തരുന്ന ഒരു രാഗമാണ് മായാമാളവ ഗൗള. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വിയറ്റ്നാം കോളനിയിലെ പവനരച്ചെഴുതുന്നു കോലങ്ങളെന്നും, പിന്നെ അതുപോലെ ഒരു ചിരി കണ്ടാൽ കണി കണ്ടാൽ അത് മതി എന്ന് പറയുന്ന ഒരുപാട് പാട്ടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് മായാമാളവ ഗൗളയിൽ. തീർച്ചയായിട്ടും ഈ രാഗങ്ങളെക്കുറിച്ചും അതിലുള്ള പാട്ടുകളെക്കുറിച്ചുമൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് കേൾക്കാൻ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ എനിക്ക് വീണ്ടും അടുത്ത രാഗം പറയാൻ തോന്നുകയാണ്. കാരണം വെച്ചാൽ നല്ല രസമുണ്ട് കേട്ടോണ്ടിരിക്കാൻ. അപ്പോൾ സംഗീതത്തോടുള്ള ആ ഒരു താല്പര്യം നമുക്ക് ഏറി വരും. കാരണം വെച്ചാൽ നമ്മൾ പല പാട്ടുകളും കേൾക്കുമ്പോഴത്തേക്ക് ഇതെന്താ ഒരേ പാട്ടിൻ്റെ കോപ്പിയാണല്ലോ, പക്ഷേ അത് ഒരു രാഗം, അതിൻ്റെ ആ ഒരു നട്ടല്ലെന്ന് പറയുന്നത് ആ ഒരു രാഗമാണ്. അപ്പോൾ ആ രാഗത്തിലുള്ള പാട്ടുകളാണ്. അതിൽ 72 രാഗങ്ങളും ഈ 7 സ്വരങ്ങൾ സരിഗമ പദനി എന്നുള്ളതിന്റെ ചെറിയ ചെറിയ വേരിയേഷൻ മാത്രമാണ്. തീർച്ചയായിട്ടും ഒക്കെ എന്താ പറയുക, ഐഡന്റിഫൈ ചെയ്യാന്ന് പറയുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതെ തീർച്ചയായിട്ടും. ചെറിയൊരു വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ രാഗം തന്നെ മാറിപ്പോകും. അതെ അതെ. ഈ വേൾഡ് മ്യൂസിക് തന്നെ ഈ 7 സ്വരത്തിലാണ് കിടക്കുന്നത്. അത് വെസ്റ്റേൺ ആയാലും നമ്മളുടെ ആയാലും ഹിന്ദുസ്ഥാനി ആയാലും ഏത് മ്യൂസിക്കും ഏത് ഇൻസ്ട്രുമെന്റ്സും ബേസ് ചെയ്യുന്നത് ഈ നോട്ട്സ് തന്നെയാണ്. അപ്പം എല്ലാ മ്യൂസിക്കും എന്ന് പറയുന്നത് തന്നെ ദൈവത്തിന്റെ ഒരു സമ്മാനമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിപ്പോൾ ക്ലാസിക്കൽ ആയാലും ആയിക്കോട്ടെ, വെസ്റ്റേൺ ആയാലും എല്ലാം ഒരേപോലെ തന്നെയാണ് നമുക്ക്. നമ്മൾ ആ നോട്ട്സിലാണ് എല്ലാ ബേസും കിടക്കുന്നത്. അത് മൊത്തം സ്വായത്തമാക്കി എടുക്കുക എന്ന് പറയുന്നത് വലിയ എന്താ പറയുക കഴിവ് തന്നെയാണ്, അതൊരു ഭാഗ്യം കൂടിയാണ്. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ നൃത്തവും പാട്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് വളരെ എന്താ പറയുക കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. എങ്കിലും അത് ഞാൻ വേറെ കാര്യം കൂടി ചോദിക്കുകയാണ്. ഇപ്പം ഇത് രണ്ടും ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇപ്പം പാട്ടുകാരും ഡാൻസുകാരും ഇഷ്ടംമാതിരി ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒരുപോലത്തെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നവർക്കൊരു എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്, നമ്മൾ ഇനിയിപ്പോൾ പച്ചക്കറി മേടിച്ച് കഴിഞ്ഞാൽ പച്ചക്കറി വെച്ച് വ്യത്യസ്തമായ കറികൾ ഉണ്ടാക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുപോലെ ഈ പാട്ടും ഡാൻസും കൂടെ വെച്ചുകൊണ്ട് എന്തെങ്കിലും വ്യത്യസ്തമായ രീതിയിലുള്ള സംഭവം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഫ്യൂച്ചറിൽ അങ്ങനെ ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. കാരണം ഇന്ന് എന്ന് പറയുന്നത് എല്ലാവരും പുതിയ പുതിയ
സംഭവങ്ങളുമായിട്ട് മുന്നോട്ട് വരികയാണ്. നമ്മൾ എന്ത് പ്ലാൻ ചെയ്താലും അത് ഓൾറെഡി സംഭവിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ അതിനുള്ള ഒരു ഐഡിയ എന്നാണ് എൻ്റെ തലയിൽ വരിക എന്നറിയില്ല. അന്ന് ഒരുപക്ഷെ വിനോദിന് അതിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും സാധിക്കും. അറിയാറുണ്ട്, ഐഡിയ ഒരുപാട് തരാറുണ്ട്, പക്ഷെ എനിക്ക് അതിലേക്ക് എത്താനായിട്ടുള്ള ഒരു സമയം ഉണ്ടല്ലോ, അത് എടുക്കും. തീർച്ചയായിട്ടും. പിന്നെ ഇതല്ലാതെ വേറെ എന്താ കഴിവുള്ള ആക്ടിവിറ്റീസ്? ഞാൻ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഞാൻ യോഗ ചെയ്യണ ആളാണ്. യോഗ TTC കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫാഷൻ ഡിസൈനറാണ്, കുറച്ച് ബ്യൂട്ടീഷ്യൻ, ഇങ്ങനെ എല്ലാത്തിലും പോയി ചാടി നോക്കിയിട്ടുള്ള ആളാണ്. പിന്നെ ഡാൻസിൽ തന്നെ കഥക്ക്, അങ്ങനെ എല്ലാം ഒന്ന് പോയി നോക്കി വന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. ഓ ഓ ശരി ശരി. അപ്പോൾ ഒരു സകലകലാ വല്ലഭയാണ് അല്ലേ? ഒന്നുകൂടി ഒന്ന് പോളിഷ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഈ കഴിവുകളെല്ലാം കൂടി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അല്ലേ? സകല കലയ്ക്കും കൂടെ 2 കാലും 2 കയ്യേ ഉള്ളൂ, അതാ പ്രശ്നം. അല്ല, അതൊക്കെ സെറ്റ് ആയിക്കോളും. നമുക്ക് കുറച്ച് ഫണ്ണി ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ? ഇത്രയും നേരം നമ്മൾ ഇതിനെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാരറ്റ് മാത്രം കിട്ടുന്ന ഷോപ്പ് ഞാനാ പറയണ്ടേ? ആർക്കും പറയാം. പണിഷ്മെൻ്റ് ഉണ്ട്. ജ്വല്ലറി. ഓക്കെ, നമ്മുടെ ആ റേഞ്ചിൽ വന്നു. ഞാൻ ഒരു 5-6 ചോദ്യം ചോദിക്കും. ഇതിൽ ഏതെങ്കിലും ആൻസർ നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ എൻ്റെ വകയായിട്ട് ചെറിയ പണിഷ്മെൻ്റ് ഉണ്ടാവും. ഓക്കെ. അതുപോലെ വെള്ളത്തിൽ അലിയുന്ന പൂ ഏതാണ്? എത്ര സമയം? അല്ലിപ്പൂ വെള്ളത്തിൽ അലിഞ്ഞു. ഷാമ്പു. പണിഷ്മെന്റ്. യോദ്ധ സിനിമ ഉണ്ടല്ലോ, യോദ്ധ സിനിമയിലെ പാട്ടറിയാമല്ലോ, വളരെ ഫേമസ് ആയിട്ടുള്ള കുനുകുനല്ല, കൂടുതലങ്ങ് കുനുകുന. ഏതാണ് പാട്ട്? പടകാളി ചണ്ടിച്ചങ്കിരി എന്ന് ആരംഭിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള, എല്ലാവർക്കും വളരെ ഊർജം പകർന്നു നൽകുന്ന രീതിയിലുള്ള ഒരു പാട്ടാണ് അല്ലേ? ആ പാട്ട് സ്റ്റാർട്ടിങ് ഫാസ്റ്റ് ആയിട്ട് പാട്ട് പോലെ പാടണം, പറഞ്ഞാൽ പോരാ. ഓക്കെ. പടകാളി ചങ്കിരി പോക്കിരി നാക്കിരി ഭഗവതി അടിയന് കനിവോടൻ ഇത്തിരി കനിയണമേ. ഇനിയും വരുന്നുണ്ട്, പണിഷ്മെന്റ് വരുന്നുണ്ട്. പണിഷ്മെന്റ് പുറത്ത് കൊടുക്കുക. അത് വരുന്നുണ്ട്, വിനോദനും വരുന്നുണ്ട്. അത് അടുത്തത്, ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റാത്ത സിറ്റി. ഇലക്ട്രിസിറ്റി. പുള്ളിയ എല്ലാം പറയുന്നത്, വിദ്യ ഒന്നും പറയുന്നില്ല. വിദ്യ പണിഷ്മെന്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ജനങ്ങൾ കഴിക്കുന്ന ആന ഏതാണ്? കഴിക്കുന്ന ആന ഇല്ലല്ലോ. ചമയ സിനിമ കണ്ടിട്ടുണ്ടോ? ചമയത്തിൽ ഇതുപോലെ ഒരു പാട്ടുണ്ട്. പാടോ? ആൻസർ പറയൂ. ആൻസർ ബനാന. സിമ്പിൾ അല്ലേ? ബനാന. ആരാ പാടുന്നത്? രാജഹംസമേ. അല്ലല്ല, താരിത്തക്കിളി. താരിത്തക്കിളി മുക്കിളി നാക്കിളി തൊട്ട് കളിക്കണ കടലിൻ കുട്ടികളക്കരെ മുത്തു കണക്കൊരു കൊച്ചു കിടാത്തനുദിച്ചു വരുന്നത് കണ്ട് മലർപ്പൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്ക് പറയച്ചെണ്ടകളരി തരികിട മേളമടിച്ചു മുഴക്കുന്നേരം ചാകര വന്ന് കണക്ക് മണപ്പുറമാകെ തരികിട തിമൃതത്തെ. പോരെ? നിങ്ങൾ പുലിയാണ് കേട്ടോ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഓക്കെ, അടുത്ത ചോദ്യം. പെൺകുട്ടികൾ ചിരിക്കുമല്ലോ, എല്ലാവരും ചിരിക്കും. പെൺകുട്ടികൾ ചിരിക്കുമ്പോൾ ചില പെൺകുട്ടികളെ വാ പൊത്താറുണ്ട്, എന്തുകൊണ്ടാണ്? കൈകൊണ്ട്. അത് പിടിച്ചെടുത്തി. ഇനി താമസിക്കാൻ പറ്റാത്ത വീട്, നേരത്തെ താമസിക്കാനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചു. താമസിക്കാൻ പറ്റാത്ത വീട് ഏത്? പണി തീരാത്ത വീട്. അതൊന്നുമല്ല, കളി വീട്. ഞാൻ ഉദ്ദേശിച്ച ആൻസർ നിങ്ങൾ പറയണമെങ്കിലല്ലേ. കഴിഞ്ഞു. ചീവീട്. ഇത് നിങ്ങൾ ആ റേഞ്ചിൽ വരണം, എങ്കിലേ കിട്ടുള്ളൂ സാധനം, അല്ലെങ്കിൽ വരൂലേ ഇത്. അതാണ് സംഭവം. പിന്നെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ?
വ്യത്യസ്തമായി എനിക്ക് സിനിമ പാടുക എന്നുള്ളത് തന്നെയാണ് സ്വപ്നം. പിന്നെ ഒരു ഇതുപോലെ തന്നെ ഡാൻസ്, മ്യൂസിക്, അങ്ങനെ ഒരു സംഭവം പടുത്തുയർത്തണം എന്ന ആഗ്രഹമുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ നല്ല രീതിയിൽ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ വിനോദ് എന്താ പഠിച്ചിട്ടുള്ളത്? ഞാൻ BA ലിറ്ററേച്ചർ ഇംഗ്ലീഷ്. ഓ ശരി. ഫ്യൂച്ചറിലെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഈ എപ്പിസോഡ് ഇന്ന് ഇവിടെ തീരില്ല. എൻ്റെ ഫ്യൂച്ചർ എന്തായാലും പറയാം, ഒരു ഏറ്റവും വളരെ പ്രധാനപ്പെട്ടത് പറയാമല്ലോ. ഒറ്റ വാക്കിൽ പറയാം, ഫ്രാഞ്ചേട്ടൻ്റെ പോലത്തെ ഒരു ആഗ്രഹമാണ് ഒരു പത്മശ്രീ. കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നും, പക്ഷേ എൻ്റെ ആഗ്രഹം അതാണ്. നമുക്ക് എന്തും ആഗ്രഹിക്കാം. ആ ആഗ്രഹം അതിലേക്കുള്ള യാത്രയാണ് നമ്മൾ അതിന് ട്രൈ ചെയ്യണം. അല്ലാതെ എനിക്ക് SI ആവണം എന്ന് വിചാരിച്ചിട്ട് നല്ല ആഹാരമൊക്കെ കഴിച്ച് ചള്ള വയറുമൊക്കെ ആയിട്ടിരുന്ന് വെച്ച് SI ആവാൻ പറ്റില്ല. നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കണം. പ്രയത്നിച്ച് കഴിഞ്ഞാൽ ആകാം, ഈസി ആയിട്ടാവും. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്നാണല്ലോ ഇൻഷാ ഗുരുവായൂരപ്പൻ. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, പുള്ളി നല്ലൊരു ദൈവ ഭക്തനാണ്. ഒരു വർഷം ആ ദൈവത്തെ സേവിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ അമ്പലവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു. ഇപ്പോഴും പോകാറുണ്ടോ അമ്പലത്തിൽ? പോകാറുണ്ട്, ഒഴിവുള്ളപ്പോഴൊക്കെ പോകും. ഇപ്പോൾ ഫാമിലി ഉള്ളതുകൊണ്ട് നമുക്ക് റെസ്ട്രിക്ഷൻ ഉണ്ടല്ലോ. പിന്നെ ഇപ്പോൾ സെയിൽസിലല്ലേ നല്ല പ്രഷർ, പിന്നെ ചൂടും മാർക്കറ്റും കുറച്ച് ടൈറ്റാണ്, വെക്കേഷൻ. അപ്പോൾ അതിൻ്റെ ഓട്ടം കൂടുതലുള്ളതുകൊണ്ട് അമ്പലത്തിൻ്റെ ടൈമിങ്സിൽ എത്താൻ പറ്റാറില്ല. എന്നാലും പറ്റുന്ന സമയത്തൊക്കെ പോയി ഒന്ന് നമസ്കാരം പറഞ്ഞു പോരും. ശരി. വിദ്യയുടെ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. ഈ ഒരു മേഖല തന്നെയാണ് നോക്കുന്നത്? അല്ലാതെ നമ്മൾ സാധാരണഗതിയിൽ ഈ പ്രവാസ ജീവിതത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കോഴ്സ് പഠിച്ചിട്ടായിരിക്കും വരുന്നത്. ഇവിടെ വരുമ്പോൾ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ വേറെ ഏതെങ്കിലും ജോലി ഏറ്റെടുത്തിട്ട് ചിലപ്പോൾ നമ്മൾ പഠിച്ച കാര്യം അങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി വെക്കേണ്ട അവസ്ഥ വന്ന ഒരുപാട് പ്രവാസികളുണ്ട്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിനോട് യോജിക്കുന്നുണ്ടോ? ഇല്ലേ? എന്തെങ്കിലും ജോലി കിട്ടിയാൽ അഡ്ജസ്റ്റ് പൊരുത്തപ്പെട്ട് ഇല്ല, അത് ചെയ്യാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ഇത്രയും വർഷവും ചെയ്തത് ഈ മ്യൂസിക്കും ഡാൻസും തന്നെയാണ്. ഇപ്പോൾ ആ കുട്ടികളൊക്കെ എൻ്റെ ഓൺലൈനിലുണ്ട്. ഞാൻ നാട്ടിൽ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന കുട്ടികളൊക്കെ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതൊരു 3 തൊട്ട് 60 വയസ്സ് വരെയുള്ള ആൾക്കാരും ഉണ്ട് എനിക്ക് സ്റ്റുഡൻസ് ആയിട്ട്. ഈ സംഗീതത്തിന് പ്രായമില്ല. അതെ അതെ, അതാണ് എൻ്റെ പ്രത്യേകത. അതൊരു ഗിഫ്റ്റ് തന്നെയാണ് അങ്ങനത്തെ കുറേ സ്റ്റുഡൻസ് എനിക്ക് ഉള്ളത്. അപ്പോൾ എനിക്ക് വേറൊരു മേഖലയും ചെയ്യാൻ പറ്റില്ല. പറ്റുമെന്നെങ്കിൽ ചിലപ്പോൾ ദൈവം എന്താണ് വെച്ചേക്കുന്നത് നല്ല, പക്ഷെ മാനസികമായിട്ട് എനിക്ക് ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റില്ല വേറൊരു ജോലിയായിട്ട്. ഇത്രയും കാലം ശീലിച്ചത് തന്നെയാണ്, ചെയ്ത് ഇത്രയും 10-15 വർഷമായിട്ട് ഇപ്പോൾ ഈ ഫീൽഡ് തന്നെയാണ്. നമ്മുടെ ഈ എപ്പിസോഡ് കാണുമ്പോൾ പ്രേക്ഷകർക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ സംഗീതത്തെക്കുറിച്ചും നൃത്തത്തെക്കുറിച്ചും നല്ല പ്രാവീണ്യം നേടിയിട്ടുള്ള നല്ല ഒരു കലാകാരിയാണ്. അപ്പോൾ ചിലപ്പോൾ അത്തരത്തിലുള്ള ഒരു ജോലിയുമായിട്ട് ആരെങ്കിലും ചിലപ്പോൾ വിദ്യയെ തേടി എത്തേക്കാം. തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കാം. പിന്നെ നൃത്തത്തെക്കുറിച്ച് നമുക്ക് നല്ലൊരു നൃത്തം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കാണിക്കും. അപ്പോൾ നമുക്ക് വേണ്ടി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഏതായാലും നമ്മൾ നർത്തകി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു നൃത്തം ഇല്ലെങ്കിൽ പിന്നെ പ്രേക്ഷകർക്ക് തന്നെ അതൊരു സൂചിക്കത്തില്ല. അപ്പോൾ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ആദ്യമായിട്ടാണ്? എന്ത് തോന്നുന്നു? ഇവിടെ വലിയ സന്തോഷം, കാരണം ബഹ്റൈനിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ചാൻസ് ഒരു മാസമായപ്പോഴേക്കും ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചത് ലൈഫിൽ വന്നതിൽ ഒരുപാട് സന്തോഷം. ഒരു കലാകാരിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് ഒരാൾ നമ്മുടെ കലയെ പറ്റി അന്വേഷിക്കുക, ചോദിക്കുക എന്നുള്ളത്. അതിനൊരു അവസരം കിട്ടിയതിൽ ഏറ്റവും വലിയ സന്തോഷം. അതിൻ്റെ ഏറ്റവും മെയിൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ബഹ്റൈനിലുള്ള കമ്മ്യൂണിറ്റി കലയെ ഇത്രയധികം
ആരാധിക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വേറൊരു GCCയിലും ആ ഒരു ഇതില്ല. ഞങ്ങളിപ്പോ ദുബായിൽ, ഒമാനിലും ചെറിയൊരു കുഞ്ഞു രാജ്യമാണ്. നമുക്ക് എല്ലാവരെയും കണ്ടുമുട്ടാനും കണക്ട് ചെയ്യാനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അതാണ്. പിന്നെ അതിനുള്ള സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട്. ഒരു കലയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട്. നമുക്ക് ഏതൊരു ആക്ടിവിറ്റിയും ചെയ്യാൻ പറ്റിയ സാഹചര്യം. നമ്മൾ സാധാരണ പ്രവാസികൾ എന്ത് ചെയ്യും? ഡ്യൂട്ടി കഴിയും, വീട്ടിൽ പോവും, മൊബൈലെടുത്ത് കളിച്ചുകൊണ്ടിരിക്കും. മൊബൈലിൽ നമ്മളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയെന്നല്ലാതെ നമ്മൾ ആ ഉള്ള സമയം, ഇതിപ്പോൾ നമുക്ക് ഉറങ്ങുന്നത് വരെ ഒരു 3-4 മണിക്കൂർ കിട്ടുമ്പോൾ ആ മണിക്കൂറുകൾ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ചിലവഴിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും, നമ്മൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ടാവും. ആ ടെൻഷൻ ഫ്രീ ആവാൻ പറ്റിയ ഒരു മേഖലയാണ് കല എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒത്തിരി സംഘടനകളുണ്ട്. ആ സംഘടനകൾക്ക് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, ഒരുപാട് പേരാണ് ഇവിടെ മരണപ്പെടുന്നത്. മീൻസ് അറിയാമല്ലോ എന്ത് അസുഖം വന്നിട്ടാണ് മരിക്കുന്നത്. ടെൻഷൻ തന്നെയാണ്. അപ്പോൾ ആ ഒരു ടെൻഷനില്ല, എല്ലാവരും ഫ്രീ ആയിട്ട് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെട്ട് മൈൻഡ് എപ്പോഴും ഫ്രീ ആക്കി വയ്ക്കുക. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഒരു പാഷനായിട്ടാണ് എനിക്ക് കിട്ടുന്ന ഒരു 4-5 മണിക്കൂർ എനിക്ക് ഈവനിങ് ഫ്രീ കിട്ടുമ്പോൾ ഞാൻ ഫുൾ ടൈം ഇത് കലാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വർഷങ്ങളായിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. ടെൻഷനുള്ള വർക്ക് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആ ടെൻഷൻ നമുക്ക് ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യവാന്മാരായ മനുഷ്യന്മാർ കലാകാരന്മാരാണ്. കലാകാരന്മാരെ മാത്രമല്ല, വേർ പാഷൻ മീറ്റ്സ് പ്രൊഫഷൻ. നമ്മളുടെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം പ്രൊഫഷനായിട്ട് വരുമ്പോൾ 24 മണിക്കൂർ നമ്മൾ അതിൽ ഡെഡിക്കേറ്റഡ് ആയിരിക്കും. ഒരു സെക്കൻഡ് പോലും ക്ഷീണം ഉണ്ടാവില്ല, ഉറക്കം വരില്ല, വേർക്കില്ല. അതാണ് ഏറ്റവും ചെയ്ത് കഴിഞ്ഞാലും. പക്ഷേ അത് വേറെ ആളാണ് ചെയ്യുന്നതെങ്കിൽ അവർക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ ആ പാഷനായിട്ടുള്ള ഒരാളാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ഇതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓട്ടോകാഡ് ട്രാൻസ്ഫറാണ്. എനിക്ക് എത്ര വർക്ക് തന്നു കഴിഞ്ഞാലും ഞാൻ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യും. എനിക്കത് ബോറായിട്ട് തോന്നത്തില്ല. എൻ്റെ വൈഫ് എന്നോട് എപ്പോഴും പറയും, നിങ്ങളെ ആദ്യ ഭാര്യ എന്ന് പറയുന്ന ഓട്ടോകാഡാണ്, രണ്ടാമതാണ് ഞാനെന്ന്. അതുപോലെയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡ് തന്നെ കിട്ടുകയാണ്. ഇപ്പോൾ വിദ്യയെ സംബന്ധിച്ചിടത്തോളം വിദ്യയ്ക്ക് ഈ കലാ ഫീൽഡാണ് കിട്ടുന്നതെങ്കിൽ വിദ്യയ്ക്ക് അതിനകത്ത് ഒരുപാട് വ്യത്യസ്തമായ ഐഡിയാസ് കൊണ്ടുവരാൻ പറ്റും, കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഒരുപാട് ഡെഡിക്കേഷൻസ് കൊണ്ടുവരാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. പിന്നെ കുക്കിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ എങ്ങനെയാണ്? കുക്കിംഗ് ആള് മാരക കുക്കാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യും. പിന്നെ ഞാൻ റേറ്റിംഗ് കുറവാണ്. ഞാൻ ഭക്ഷണത്തിന്റെ കാര്യത്തില് വെജിറ്റേറിയൻ ആണോ? ഒരു 99.99. കാരണം ബാക്കിയുള്ള അമ്പലത്തിലാണെന്ന് പറഞ്ഞോണ്ട് അമ്പലത്തിലുള്ള സമയത്തൊക്കെ അമ്പലവാസിയായിരുന്നു. 24/7 അമ്പലമാണല്ലോ. അപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ല. പിന്നെ ഇപ്പോൾ ഇവരൊക്കെ വന്ന സ്ഥിതിക്ക് ഇപ്പോൾ ഇവർക്ക് കുറച്ച് ഇൻക്ലിനേഷൻ നോൺ വെജിനോട് ഉണ്ട്. നമ്മൾ നാട്ടിലായാലും ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ ഉള്ളത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഏറ്റവും മിനിമം അതാണ് യഥാർത്ഥത്തിൽ വെജിറ്റേറിയൻ. നമ്മൾ ഇന്നതേ കഴിക്കുമെന്ന് പറഞ്ഞ് വാശി പിടിക്കലല്ല വെജിറ്റേറിയനിസം. വെജിറ്റേറിയനിസം എന്ന് പറയുന്നത് നമ്മൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും മിനിമം എടുത്ത് ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നാണ്. അപ്പോൾ നമ്മൾ ആ ഹോൾ ഫാമിലീനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതൊരു ധിക്കാരാണ്. അല്ലെങ്കിൽ ഞാൻ ഇന്നതേ കഴിക്കൂ എന്ന് പറയുന്നത് ഒരു ജീവിയെ സംബന്ധിച്ച് അതൊരു ധിക്കാരാണ്. നമ്മുടെ മുമ്പിൽ ദൈവം ഒരുപാട് ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും മിനിമം നമ്മൾ സെലക്ട് ചെയ്യുക. അതുവഴി മറ്റുള്ള ജീവികൾക്ക് ഒരു വിഷമവും ഉണ്ടാവില്ല. നമ്മളിപ്പോൾ പല സ്ഥലത്തും പോയി കഴിഞ്ഞാൽ വേറെ ഓപ്ഷൻ ഇല്ല, നമുക്ക് ജീവികളെ ഉണ്ടാവുള്ളൂ കഴിക്കാൻ. അപ്പോൾ അതിൽ ഏറ്റവും മിനിമം എടുക്കുക. അതല്ല വെജിറ്റേറിയൻ ഉണ്ടെങ്കിൽ നമുക്ക് 100% വെജിറ്റേറിയൻ എടുക്കാം. അപ്പൊ മറ്റുള്ളവർ സേഫ് അല്ലേ? തീർച്ചയായിട്ടും. അതാണ് എൻ്റെ കാഴ്ചപ്പാട്. പിന്നെ ഞാൻ ഭക്ഷണത്തിനൊന്നും ഇതുപോലെ എനിക്ക് റേറ്റിംഗ് അറിയില്ല. ഇത് എൻ്റെ ഹാർട്ട് എന്ന് പറയുന്നതാണ്. എനിക്ക് പലരും പറയുന്ന പോലെ അവിടുത്തെ ഭക്ഷണം നല്ല ടേസ്റ്റാണ്, ഇവിടുത്തെ ഭക്ഷണം നല്ല ടേസ്റ്റാണ്. എനിക്കത് പറയാൻ അറിയില്ല. കാരണം എന്നെ സംബന്ധിച്ച് വിശപ്പുണ്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് എവിടുത്തെ ഭക്ഷണമായാലും ശരി. അത് എനിക്ക് സത്യം വൈഫ് ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ എനിക്ക് ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഞാൻ എന്തോ ഒരു ഇതുള്ളത് പോലെ തോന്നിയില്ലേ, പേടിയിട്ട് കിട്ടൂല വീട്ടിൽ പോയാ. കുക്ക് ചെയ്യില്ല. അല്ല, പ്രവാസ ജീവിതത്തിൽ കുക്ക് ചെയ്യാത്ത പുരുഷന്മാരില്ല. ഞാൻ കുക്ക് ചെയ്യില്ല എന്നല്ല, ഈ പറഞ്ഞ പോലെ മിനിമത്തിലാണ്. എന്നെ സംബന്ധിച്ച് ചോറും തൈരും ഒരു അച്ചാറും ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്.
പിന്നെ മാക്സിമം കുക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പുമാവ് ഉണ്ടാക്കും, പിന്നെ ക്യാബേജ് തോരൻ, പയറും കായും ഉപ്പേരി. എനിക്കതൊക്കെ മതി. ഭയങ്കരം തന്നെ. ആ ഈ മിനിമത്തിന്റെ കാര്യം പറഞ്ഞിട്ടാണ് വിദ്യയെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. പുള്ളി ഈ മിനിമത്തിന്റെ ഡയലോഗ് എപ്പോഴെപ്പോഴും എനിക്ക് തോന്നുന്നു വീട്ടിൽ പറയാറുണ്ടെന്ന് തോന്നല്ലേ? എനിക്ക് യാതൊരു ഓപ്ഷൻസും ഇല്ല, എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ. അത് പറയുമ്പോൾ ഞാൻ എല്ലാം ചെയ്യുമല്ലോ. അതാണ്, എന്ത് വേണമെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള എന്തും ഉണ്ടാക്കാം. അതില് സൈഡിൽ എന്തെങ്കിലും കഴിച്ച് ജീവിച്ചു പോകും. നിങ്ങള് നേരത്തെ പറഞ്ഞ ഇതല്ലേ ലവ് മാരേജ് എന്നല്ലേ പറഞ്ഞത്? ഇപ്പം എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് വിദ്യയെ പാട്ടിലാക്കിയതെന്ന്. പുള്ളിക്കാരൻ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, അത്യാവശ്യം സാഹിത്യവും ഇങ്ങനത്തുള്ള ടെക്നോളജിയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. ഒരുപക്ഷെ അതിൽ വീണ് പോയതാണ് അല്ലേ? അങ്ങനെയാണ്, അങ്ങനെ തന്നെയാണ് ഞാനതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ സന്തോഷമാണല്ലോ, വളരെ സന്തോഷം. അപ്പോൾ ഏതായാലും നമ്മുടെ ഈ ഒരു ഷോയിൽ ഒരുപാട് കലാകാരികളും കലാകാരന്മാരും ഫാമിലി ആയിട്ട് ഇവിടെ വന്നിരുന്ന് നമ്മളിതുപോലെ സംസാരിച്ചിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നല്ലൊരു സിംഗറാണ് അല്ലേ, പാട്ട് പാടണ്ടേ അല്ലേ? അപ്പോൾ നമുക്ക് 2 പാട്ട് നമ്മൾ അവസാനിപ്പിക്കാൻ പോവാണ്. 2 പാട്ട് അടുത്തടുത്ത് തന്നെ പാടിയിട്ട് നമുക്ക് ഇന്നത്തെ ഈ മനോഹരമായ രസകരമായ എപ്പിസോഡ് അവസാനിപ്പിക്കുക. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് എന്താ പറയുക രാഗത്തെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് പ്രേക്ഷകർക്ക് മുന്നിൽ ഒരുപാട് വിശദീകരണങ്ങൾ നൽകി. അതൊക്കെ തന്നെ പ്രേക്ഷകർക്കും നമ്മുടെ ഈ എപ്പിസോഡ് കൊണ്ട് അങ്ങനെ ഒരു ഉപകാരമുണ്ടായി. അതുപോലെ എനിക്ക് തോന്നുന്നു നല്ല രസമായിരുന്നു, നല്ലൊരു ഓളുണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ നമുക്ക് പാട്ട് കേൾക്കാം. ഏത് പാട്ടാണോ? മൈനാകം എന്നാണ്. മഴനീർ കണമായി താഴത്തു വീഴാൻ വിധി കാത്തു നിൽക്കും ജലതങ്ങൾ പോലെ മൗനങ്ങളാകും വാത്മീകമെന്നും വളരുന്നു പടരുന്നു തകരുന്നു ഞൊടിയിളക്കകമെന്നെന്നും മൈനാകം. കടലിൽ നിന്നുയരുന്നുവോ ചിറകുള്ള മേഘങ്ങളായി ശിശിരങ്ങൾ തിരയുന്നുവോ, ശിശിരങ്ങൾ തിരയുന്നുവോ, ശിശിരങ്ങൾ തിരയുന്നുവോ. ഇനി വിനോദിന് ഇഷ്ടമുള്ളൊരു പാട്ട്. അത് പറഞ്ഞപ്പോൾ എന്തോ ഒരു രൂക്ഷമായൊരു നോട്ടം നോക്കി. ഏത് പാട്ട്? എങ്കിലും പുള്ളിക്കാരന് ഇഷ്ടമുള്ള എപ്പോഴെങ്കിലും പറഞ്ഞില്ലേ എനിക്ക് ഇഷ്ടമുള്ള പാട്ട് ഇതാണ്, ഈ പാട്ടൊന്ന് പാടിത്തരൂ എന്നെങ്കിലും ഏതെങ്കിലും ഒരു അവസരത്തിൽ പറഞ്ഞിട്ടുണ്ടാവൂലേ? 24/7 അല്ല, ആള് സ്വന്തം ഒരു FM ആണ്, സ്വയം പാടിക്കൊണ്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആൾക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ ആൾക്ക് എല്ലാ പാട്ടിനെയും നല്ല ബൈ ഹാർട്ട് ചെയ്യും. ശരിക്കും ഒരു വിക്കിപീഡിയ ആണ് മ്യൂസിക്കിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് എന്നോട് പാടൂ എന്ന് പറഞ്ഞിട്ടില്ല ഇതുവരെ. പക്ഷെ ഞാൻ രണ്ടുപേരും പാടും. അത് കഴിഞ്ഞിട്ട് വിദ്യയുടെ ഒരു പാട്ടും കൂടി പാടി നമുക്ക് അവസാനിപ്പിക്കാം. എനിക്കെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബോളിവുഡ് സോങ്സിൻ്റെ ഒരു ആരാധകനാണ്. 90s യഥാർത്ഥത്തിൽ എൻ്റെ ഫേവറേറ്റ് ലാംഗ്വേജ് ഹിന്ദിയും കൂടിയാണ്. ഞാൻ BA ലിറ്ററേച്ചർ ഇംഗ്ലീഷ് ആണെങ്കിലും ഫേവറേറ്റ് ലാംഗ്വേജ് പഠിക്കുന്ന കാലത്ത് ഹിന്ദിയാണ്. കാരണം അതിന് പ്രധാന കാരണം ബോളിവുഡാണ്. കിഷോർ കുമാർ, മുഹമ്മദ് റാഫി, കുമാർ സാനു, ഉദിത് നാരായൺ, അഭിജിത്ത്, ഇവരുടെയൊക്കെ ആ പാട്ട് കേട്ടിട്ടാണ് നമ്മൾ ഇത്രയും വളർന്നത്. അപ്പോൾ ഇപ്പോഴും എനിക്ക് ആ ബോളിവുഡ് സോങ്സിനോട് തന്നെയാണ് കൂടുതൽ താല്പര്യം. അഭി മുജ്മേ കहीं ബാക്കി തോടി സി ഹൈ ജിന്ദഗി ജഗി धड़कन नई माना ना तुम्हें तो अभी कहाँ था मेरा अब है सामने उसे छू लूं जरा मर जाऊं या जी लूं जरा खुशियाँ चूम लूं
यारो लो जरा मर जाओ या जी लो जरा. വിദ്യ വിചാരിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരനെ കൂടെ കൂട്ടാൻ പറ്റും. വേദികളിൽ പാടാൻ, ഡ്യൂറ്റൊക്കെ പാടാൻ വേണ്ടിയിട്ട് ഒരാളാവും സഹായത്തിന് വേണ്ടിയിട്ട്. അതുപോലെ ഞാൻ ചോദിക്കും, ഇവിടെ ഏതെങ്കിലും വേദികളിൽ പാടാൻ വേണ്ടിയിട്ട് അവസരം കിട്ടിയിട്ടുണ്ടോ? അതുപോലെ തന്നെ ഏതെങ്കിലും ഇവിടെ ഒരുപാട് പാട്ട് സമിതികളൊക്കെ ഉണ്ടല്ലോ, ഏതെങ്കിലും ടീമിൽ പാടാനുള്ള അവസരമൊക്കെ കിട്ടിയിട്ടുണ്ടോ? ടീം സിത്താറിൽ പാടാനായിട്ട് അവരുടെ ഗ്രൂപ്പിൽ സിംഗറാണ്, അപ്പോൾ അവരുടെ പ്രോഗ്രാമിൽ പാടാനായിട്ട് അവസരം കിട്ടിയിട്ടുണ്ട്. ഓ ഓ ശരി ശരി ശരി. നമ്മളിവിടെ കുറേ പ്രോഗ്രാംസ് ഉണ്ട്. കലാകാരന്മാരെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമാണിത്. ആർക്ക് എന്ത് കഴിവുണ്ടോ ഇവിടെ പെർഫോം ചെയ്യാനുള്ള അവസരമുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്യുന്ന ഷോയിലും ഞാൻ പാടാൻ വേണ്ടിയിട്ടോ ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒക്കെ വിളിക്കും. അപ്പോൾ വരണം, വന്ന് പെർഫോം ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു പാട്ട് കൂടി, വിനോദിന് ഇഷ്ടമുള്ള ആ ഒരു പാട്ട് കൂടി കേട്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. വിനോദിന് കുറച്ചുകൂടി ഇഷ്ടം ഞാൻ ക്ലാസിക്കൽ പാടുന്നതായിരിക്കും. ഞാൻ ക്ലാസിക്കൽ ക്ലാസിക്കൽ സരസി ജനാഭ സോദരി സരസി ജനാഭ സോദരി ശങ്കരി പാഹി മാം. 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 സരസി ജനാഭ സോദരി. സൂപ്പർ. ഏതായാലും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ് അല്ലേ? വിനോദ് നല്ലൊരു ഭാഗ്യവാനാണ്. ഒന്നുമില്ലെങ്കിലും വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സംഗീതം ആസ്വദിക്കാമല്ലോ അല്ലേ? വിഷമം ഉള്ള അവസ്ഥകളിലൊക്കെ സംഗീതം എന്ന് പറയുന്ന നല്ലൊരു മരുന്ന് കൂടിയാണല്ലേ? തീർച്ചയായിട്ടും. സംഗീതത്തിലൂടെ പല അസുഖങ്ങൾ പോലും മാറ്റാൻ പറ്റുമെന്നാണ് ഇപ്പോൾ കാലം തെളിയിച്ചിരിക്കുന്നത്. നമ്മൾ വിഷമം അറിയില്ല, കാരണം അതെ തീർച്ചയായും ഫുൾ ടൈം നമുക്ക് വിഷമം ഉണ്ട് ഉള്ളില്, പക്ഷെ ഈ സംഗീതത്തിലൂടെ അത് അങ്ങോട്ട് മറക്കുകയാണ്, എല്ലാം അലിഞ്ഞു പോവുകയാണല്ലേ? ദുഃഖങ്ങളും വേദനകളും ഡാൻസും കൂടി അറിയാമെങ്കിൽ നമുക്ക് എത്ര ദുഃഖം എത്ര വിഷമമുള്ള സമയത്ത് നമ്മുടെ മൂഡ് മാറ്റാൻ 2 സ്റ്റെപ്പ് നമുക്കൊന്നും അറിഞ്ഞില്ലെങ്കിൽ വെറുതെ ഒന്ന് ജമ്പ് മനസ്സിനും ശരീരത്തിനും വളരെ അനുഗ്രഹമാണ് പാട്ടും സംഗീതവും എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഡാൻസും പാട്ടും അഭ്യസിപ്പിക്കുക തന്നെ വേണം, കാരണം അവർക്ക് ഒരു ബാലൻസ് ആണ് ലൈഫിൽ. അതെ അതെ. ഒരു നമുക്ക് എത്രയോ സ്ട്രെസ്സും നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ മാറി തുടങ്ങി. ഈ ഒരു സമയത്ത് എല്ലാവർക്കും അത് കിട്ടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം, കാരണം അതിൻ്റെ ഒരു സുഖം അറിയണം. കാരണം നമുക്ക് എത്ര സ്ട്രെസ് ഉണ്ടെങ്കിലും നമ്മൾ വെറുതെ ഒന്നൊരു പാട്ട് കേട്ടാൽ തന്നെ നമുക്ക് റിലാക്സ് ആവണം, നമുക്കൊന്ന് പാടാൻ പറ്റിയ നമ്മുടെ ഇമോഷൻസ്, നമുക്ക് ആ സമയത്ത് വരുന്ന ഇമോഷൻ ശരിക്കും നമുക്ക് സാഡ് ആണെങ്കിൽ സാഡ് തന്നെയാണ് പാട്ടിൽ വരിക. ആ ഒരു പാട്ടിലൂടെ നമ്മൾ റിലാക്സ് ആവും ശരിക്കും. അതുപോലെ 2 സ്റ്റെപ്പ് ചെയ്താൽ നമ്മുടെ ബോഡി ചേഞ്ച് ആവും. അപ്പം ശരിക്കും പറഞ്ഞാൽ അത് കുട്ടികൾക്ക് അത് കൊടുക്കാൻ പറ്റുമെങ്കിൽ പാരൻസ് കൊടുക്കേണ്ട ഏറ്റവും കൊടുക്കേണ്ട ഒരു കല തന്നെയാണ് ഈ ഡാൻസ് പാട്ട് എന്നുള്ളത്. അവർക്ക് കൊടുക്കണം, പഠിപ്പ് വിദ്യാഭ്യാസം കൊടുക്കണതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സബ്ജക്റ്റിലേക്ക് കുട്ടികളെ ശരിക്കും തിരിച്ചു വിടണം. അവർക്ക് എന്ത് കഴിവുണ്ടോ അതിലേക്ക് അവരെ പ്രോത്സാഹിപ്പിക്കണം. പഠിപ്പ് മാത്രമായിട്ട് നമ്മൾ പോയിട്ട് ആ കുട്ടികളുടെ ആ ഒരു എക്സ്ട്രാ അവർക്ക് ഉണ്ടാവും ഒരു കല എന്തായാലും ഉണ്ടാവും, തിരിച്ചറിഞ്ഞ് അതിലേക്ക് വിടണം എന്ന് ഞാൻ എല്ലാ പാരൻസിനോടും. ഇപ്പോൾ ഈ പഠിക്കണം കുട്ടികളെ പഠിപ്പിക്കണം, അപ്പോൾ ആ സമയത്ത് പാട്ടും ഡാൻസും നിർത്തി ആ സമയം കുട്ടികളെ പഠിപ്പിക്കണം എന്ന് പറയുന്ന പാരൻസിനോട് ഞാൻ പറയും, അവരുടെ സ്ട്രെസ് കുറയ്ക്കാൻ നല്ലതാണ്, പാട്ട് പഠിക്കട്ടെ, ഒരു പാട്ട് പാടട്ടെ, വീട്ടിലായെങ്കിലും ഇത്തിരി സമയം കൊടുക്കുക. ഏത് നേരം ഇവരെന്തായാലും പഠിക്കില്ല, അപ്പോൾ ആ സമയം അവരെ കൊണ്ട് പാടിക്കണം, അവരുടെ സ്ട്രെസ് കുറയും എന്നൊക്കെ ഞാൻ പറയാം. കാരണം ഞാൻ ഫീൽ ചെയ്യണതാണ്. ഇതൊരു തെറാപ്പിയുടെ ഭാഗമാണ്. എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ എപ്പോഴും അതെ ഇപ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂർ നമ്മൾ തന്നെ ട്രൈ ചെയ്താൽ മതി. പുസ്തകം എടുത്ത് വായിച്ച് നമ്മൾ പഠിക്കാൻ വേണ്ടിയിരുന്നു, അതിനുശേഷം നമുക്ക് ശരിക്കും എക്സോസ്റ്റഡ് ആവും. കാരണം നമ്മുടെ ബ്രെയിനിന് 40 മിനിറ്റ് ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് സ്കൂളിലെ പീരീഡ് പോലും 40 മിനിറ്റ് ആക്കി കുറയ്ക്കണത്. ഇത് കഴിഞ്ഞാൽ ബ്രെയിനിന് എന്തെങ്കിലും ഒരു
ഇത് വേണം, ബ്രെയിനും കണ്ണിനും വേണം. അപ്പം നമ്മൾ ഒരു പാട്ട് വെറുതെ ഒന്ന് പാടാനുള്ള ഇതുണ്ടെങ്കിൽ റീജുവിനേഷനാ, പിന്നെ ഒന്നേന്ന് തുടങ്ങാം. അതെ അതെ. അപ്പോൾ ഇത് കുട്ടികൾക്കും, കാരണം പരീക്ഷയാണ്, പാട്ട് പാടാണ്ട് പോയി പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാനുള്ള ഡബിൾ സ്ട്രെങ്ത് കിട്ടും. ഒരു പാട്ട് പാടിയിട്ട് തുടങ്ങിയാൽ മതി. ഒരു നാമം പോലെയാണ്, ഒരു മന്ത്രമാണ്, ദൈവികമായിട്ടുള്ള ഒരു ലാംഗ്വേജും കൂടിയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രേക്ഷകർക്ക് ഇത് നല്ലൊരു മെസ്സേജ് കൂടി ആയിരിക്കും. നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട് ഗർഭസ്ഥ ശിശു അല്ലേ, ഡോക്ടേഴ്സ് പറയാറുണ്ട് നിങ്ങൾ പാട്ട് കേൾപ്പിക്കണം. ഈ പാട്ട് കേൾക്കുന്ന സമയത്ത് ഉദരത്തിൽ കിടന്ന് കുട്ടികൾ അനങ്ങാറുണ്ടല്ലേ? പിന്നെ സയൻസ് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അതെ അതെ. അതൊക്കെ സംഗീതം എന്ന് പറയുന്ന അത്ര ഒരു DNA സ്ട്രക്ചർ വരെ ചേഞ്ച് ചെയ്യാൻ പറ്റും നമുക്ക്. നമ്മളിപ്പോൾ പലപ്പോഴും ഇപ്പോൾ യൂട്യൂബിലൊക്കെ കിട്ടും, നമ്മളൊരു പ്രത്യേക ഫ്രീക്വൻസി ടോൺ കുറേ നേരം, ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം 21 ദിവസം വെച്ച് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ DNA സ്ട്രക്ചർ വരെ ചേഞ്ച് ആവും. കാരണം ഹോൾ കോസ്മോസിന്റെ സ്ട്രക്ചർ ഒരു സൗണ്ടിലെ ഫ്രീക്വൻസി വൈബ്രേഷനിലാണ് സർവ്വപ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത്. അതെല്ലാ റിലീജിയസ് ബുക്സിലായാലും അങ്ങനെ തന്നെയാണ്. ആദിയിൽ വചനമുണ്ടായി, ഓംകാരത്തിൽ നിന്ന് ഉണ്ടായി എന്ന് പറയുന്നതൊക്കെ സെയിമാ. അപ്പൊ നമുക്ക് അത്രയും പവർഫുൾ ആയിട്ടുള്ള സാധനം ഫ്രീ ആയിട്ട് കിടക്കുക, ഓക്സിജൻ പോലെ. നമ്മളത് ഉപയോഗിക്കുന്നില്ല. നമ്മൾ എന്നിട്ട് പ്രഷർ അടിച്ച് പലയിടത്തും പല പല കാര്യങ്ങൾ കേൾക്കാം. ഇത്ര പ്രായത്തിൽ കുട്ടി ആത്മഹത്യ ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു, ടെറസിന്റെ മുകളിൽ എടുത്ത് ചാടി. ഇതിനൊന്നും ആവശ്യമില്ല യഥാർത്ഥത്തിൽ. അച്ഛനമ്മമാരെ അവരെ കുറച്ചൊന്ന് ഫ്രീ ആക്കിയിട്ട് ഇതുപോലുള്ള 64 കലകളുണ്ട് നമുക്ക്. ഇത് വേറെ ഒരു രാജ്യത്തും അല്ലേ, നമ്മുടെ രാജ്യത്താണ് ഏറ്റവും കൂടുതൽ. ഇതിൽ ഏതെങ്കിലും ഒരു കല ആ കുട്ടിക്ക് അഭ്യസിക്കാനുള്ള ഒരു ചാൻസ് കൊടുത്താൽ ഒരിക്കലും ഈ ജീവിതം ഫുള്ളാവാതെ മുഴുവൻ ജീവിച്ച് തീർക്കാതെ ആ കുട്ടി പോവില്ല. അതിനുള്ള ചാൻസ് ഇല്ല. അത് നമ്മളുടെ DNA റീസ്ട്രക്ചർ ചെയ്യാണ്. എത്ര എന്താ പറയാ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനിൽ ജീവിച്ചാലും ഏതെങ്കിലും ഒരു കല കണക്റ്റഡ് ആയിട്ട് ആളുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ DNA എപ്പോഴും അത് റീപ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കും. അത് കളരി ആയാലും ശരി, ഈ പാട്ടായാലും ശരി, ഡാൻസ് ആയാലും ശരി, ഏതും 64 ടൈപ്പ് കലകളുണ്ട്. അത് റിസർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം. അതിൽ ഏതൊരു കല ഉള്ളിലുണ്ടെങ്കിൽ DNA റീസ്ട്രക്ചർ ചെയ്തുകൊണ്ടിരിക്കും. നമുക്കൊരിക്കലും ഒരു ഉടായ്പ കാര്യം ചെയ്യാൻ സാധിക്കില്ല. ഒരു സാധനം അല്ലെങ്കിൽ ഒരു കെട്ട് നോട്ട് അവിടെ ഉണ്ടെങ്കിൽ നമുക്കത് എടുക്കാൻ പറ്റില്ല. അത് നമ്മളെ പ്രോഗ്രാം ചെയ്യുന്നത്. അതാണ് ഒരാളെ ഒരു ഡിവൈനിന് കണക്ഷൻ വരുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഫാമിലിയിൽ തന്നെ ചെറുപ്പം തൊട്ടേ നമ്മൾ ആ കുട്ടിക്ക് ആ ഒരു വൈബ് കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും അച്ഛനമ്മമാർക്ക് വലുതാകുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവില്ല. അവർക്ക് ഒരിക്കലും ഉണ്ടാവില്ല. വലിയൊരു എന്താ പറയുക പീസ്ഫുൾ വേൾഡ് തന്നെ ക്രിയേറ്റ് ചെയ്യാം. അത് ഇന്ന് മറ്റുള്ള പാശ്ചാത്യ ലോകങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു. നമ്മുടെ രാജ്യത്തെ ആൾക്കാർക്ക് മാത്രമാണ് ഈ നമ്മുടെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നുള്ളൊരു കൺസെപ്റ്റിൽ നിൽക്കുന്നത്. ഈ പലരും ഇപ്പോൾ യു ടേൺ എടുത്ത് വരിക അറിയുന്നുണ്ട് കുറച്ച്. തീർച്ചയായിട്ടും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലെ ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ബഹ്റൈൻ മീഡിയ സിറ്റിയുടെ ഈ ഒരു പ്രോഗ്രാമിൽ വന്ന് കുറേ സമയം പ്രേക്ഷകർക്ക് മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിച്ചു അല്ലേ. അപ്പോൾ അതിൻ്റെ പേര് തീർച്ചയായിട്ടും ഇങ്ങനൊരു അവസരം തന്നതിന് ഒരുപാട് സന്തോഷം. അതെ, ഇത് ശരിക്കും പറയാൻ കഴിഞ്ഞാൽ BMCയുടെ ഭാഗത്തു നിന്നുള്ള പോലെയല്ല തോന്നുന്നത്. ഇത് യഥാർത്ഥത്തിൽ ബഹ്റിൻ എന്ന രാജ്യം ഒരു ഫാമിലിനെ വെൽക്കം ചെയ്ത പോലെയാണ്. ഈ 2 വർഷമായിട്ട് ഞാനിവിടെ വന്നിട്ട് എനിക്ക് ഇപ്പോഴാണ് തോന്നുന്നത് ബഹ്റിനിൽ ഞാൻ എത്തി, അല്ലെങ്കിൽ ഒരു കംഫർട്ട് ഒരു സ്റ്റേജിൽ എത്തി എന്ന് തോന്നുന്നത് ഇപ്പോഴാണ് തോന്നുന്നത്. കാരണം ഇത് ശരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫാമിലീസും ഇവിടെ സെറ്റിൽ ആവാൻ ഉദ്ദേശിക്കുന്ന ഫാമിലീസിനൊക്കെ ഇതുപോലെ ഒരു അനുഭവം ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ 130-ലേറെ ഫാമിലികൾ. അതാണ് BMC ബഹ്റൈൻ പ്രവാസികൾക്ക് വേണ്ടി നൽകുന്ന ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. BMC ഗ്ലോബൽ ലൈവ് മെഗാമാർട്ട് ബിഗ് ലവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു ഫാമിലിയുമായി കാണുന്നവരേക്കും ഞാൻ രാജേഷ് പെരുങ്കുഴി സൈനിങ് ഓഫ്. ഗുഡ് നൈറ്റ്. All your favorite products under one roof in Bahrain from our 14 branches at 27-year-old Megamart and Macromart. Bakery, fresh meat and fish,
fruits and vegetables, sweets and snacks, ready-to-eat foods, dairy products, grocery or consumer goods. To have a wonderful shopping experience, please visit your nearest Megamart Macromart branch. Megamart and Macromart, full of goodness.